നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് തെർമോഡൈനാമിക്സ്? It is the branch of physics that deals with the concepts of heat and temperature and the interconversion of heat and other forms of energy. ഫിസിക്സിലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെയാണ് തെർമോഡൈനാമിക്സ്. ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, പിന്നെ ഹീറ്റ് എനർജി എങ്ങനെ മറ്റ് എനർജി ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇൻ്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. ഇപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സാണ് സിസ്റ്റം, അതുപോലെ തന്നെ സറൗണ്ടിങ്സ്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്കുകളായിരിക്കും. സിസ്റ്റം എന്നത് എന്താണ്? സിസ്റ്റം ഈസ് ദ റീജിയൻ വിച്ച് ഈസ് അണ്ടർ കൺസിഡറേഷൻ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എന്തിനെക്കുറിച്ചാണോ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഏതൊരു സ്പെഷ്യൽ റീജിയൻ ഓഫ് സ്പേസിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത്, ആ ഒരു പാർട്ടിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഓൾ അതർ തിങ്സ് അതർ ദാൻ ദ സിസ്റ്റം ഈസ് നോൺ ആസ് സറൗണ്ടിങ്സ്. നമ്മൾ പഠനവിധേയമാക്കാത്ത മറ്റെന്തും സറൗണ്ടിങ്സിൽ പെടും. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഒരു സിസ്റ്റം മീൻസ് സപ്പോസ് യു ആർ കൺസിഡറിങ് ദ സാമ്പിൾ ഓഫ് എ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ആ ഗ്യാസാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ ദ സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് ഇൻ തെർമോഡൈനാമിക്സ് ഇസ് സ്പെസിഫൈഡ് ബൈ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് സച്ച് ആസ് pressure, volume, temperature, mass and composition that are felt by our sense perceptions and are measurable. എന്താണ് ഒരു തെർമോഡൈനാമിക്സിൽ ഗ്യാസിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ദ സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് സ്പെസിഫൈഡ് ബൈ മാക്രോസ്കോപ്പിക് വേരിയബിൾസ്. എന്തൊക്കെയാണ് മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, പിന്നെ കോമ്പോസിഷൻ ദാറ്റ് ആർ ഫെൽറ്റ് ബൈ അവർ സെൻസ് പെർസെപ്ഷൻസ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറയുക. വേരിയബിൾസ് എന്ന് പറയാൻ കാരണം ഈ ക്വാണ്ടിറ്റീസിലെല്ലാം ചേഞ്ച് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസിൻ്റെ സഹായത്തോടെയാണ് നമ്മളൊരു സിസ്റ്റത്തെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ഈ ക്വാണ്ടിറ്റീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്നുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ കാര്യങ്ങൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാൻ കഴിയുള്ളൂ. ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഇൻ ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് if macroscopic variables that characterize the system do not change in time. എപ്പോഴാണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം? ഇഫ് ദ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാക്രോസ്കോപ്പിക് വേരിയബിൾസ്, ഈ വേരിയബിൾസിലൊന്നും ചേഞ്ച് ഇല്ല എങ്കിൽ ദെൻ വി സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് അണ്ടർ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ ഗ്യാസ് ഇൻസൈഡ് എ ക്ലോസ്ഡ് റിജിഡ് കണ്ടെയ്നർ completely insulated from its surroundings with fixed values of pressure, volume, temperature, mass and composition that do not change with time is in a state of thermodynamic equilibrium. അതായത് സറൗണ്ടിങ്സുമായിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു ഗ്യാസ് സാമ്പിൾ ഓഫ് എ ഗ്യാസ് ഇൻ എ ക്ലോസ്ഡ് റിജിഡ് കണ്ടെയ്നർ. അതായത് പ്രഷറിൽ ചേഞ്ച് ഇല്ല, വോളിയത്തിൽ ചേഞ്ച് ഇല്ല, ടെമ്പറേച്ചർ, മാസ്, കോമ്പോസിഷൻ എന്ന് പറയുന്ന അതിലുള്ള കമ്പോണൻസ്, ഇതിലൊന്നും ചേഞ്ച് ഇല്ലാത്ത രീതിയിൽ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എടുത്തിട്ടുള്ള ഗ്യാസ്, അത് ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ പ്രഷറിൽ ചേഞ്ച് വരുത്തുന്നില്ല, വോളിയത്തിൽ ചേഞ്ച് വരുത്തുന്നില്ല, ടെമ്പറേച്ചർ മാറ്റുന്നില്ല. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസും സെയിം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. അപ്പോൾ സമയത്തിനനുസരിച്ച് ഈ വേരിയബിൾസിലൊന്നും ചേഞ്ച് ഇല്ല എങ്കിൽ ദെൻ വി സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു ടേമാണ് thermal equilibrium. In thermal equilibrium, the temperatures of the two systems are
ഈക്വൽ. രണ്ട് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സിസ്റ്റംസ് തേർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. അതായത് ഇഫ് എ ആൻഡ് ബി ആർ ഇൻ thermal equilibrium, then temperature of A will be equal to temperature of B or TA equal to TB. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൻ്റെ ലോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഇറ്റ് ഈസ് ദ ജനറലൈസേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ മറ്റൊരു ഫോമാണെന്ന് പറയാം. സപ്പോസ് സം എമൗണ്ട് ഡെൽറ്റ ക്യൂ ഹീറ്റ് എനർജി ഇസ് സപ്ലൈഡ് ടു എ സിസ്റ്റം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു എനർജി എന്തൊക്കെ കാര്യങ്ങൾക്കായിട്ടായിരിക്കും സിസ്റ്റം യൂസ് ചെയ്യുന്നത്? അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് ടു ഡു വർക്ക് ഓൺ ദി എൻവയൺമെൻറ്റ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി, ഹീറ്റ് എനർജി, ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ, അത് രണ്ട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ, രണ്ടാമത്തേത് വർക്ക് ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് ടു ഡു വർക്ക്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു കൊണ്ട് ഡിനോട്ട് ചെയ്യാം, വർക്ക് ഡെൽറ്റ ഡബ്ല്യു കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹീറ്റ് എനർജി, അത് രണ്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇൻറ്റേർണൽ എനർജി പാർഷ്യലി ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറുന്നു. ദെൻ ദ റിമൈനിങ് പാർട്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. ഇപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിലെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ടോട്ടൽ എനർജി, മോളിക്യൂൾസിൻ്റെ ടോട്ടൽ എനർജി തന്നെയാണ് ഇൻറ്റേർണൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇൻറ്റേർണൽ എനർജി ഓഫ് എ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ അത്തരത്തിൽ ടോട്ടൽ ഹീറ്റ് എനർജി ഈസ് യൂസ് ഫോർ two purposes. One, to increase the internal energy and to do some work. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലുള്ള അതൊരു മാത്തമാറ്റിക്കൽ ഫോമാണ്. ദാറ്റ് ഇക്വേഷൻ ഗിവ്സ് യു ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കൂ. ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ബൈ ദ സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിന് കൊടുത്ത ഹീറ്റാണ്. ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം on the surroundings. Delta U change in internal energy of the system. അപ്പോൾ by conservation of energy we can write delta Q equal to delta U plus delta W. അപ്പോൾ ഇതിലൊരു സൈൻ കൺവെൻഷൻ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും ഈ സൈൻ കൺവെൻഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഡെൽറ്റ ക്യൂ പോസിറ്റീവായിട്ട് എടുക്കുന്ന എപ്പോഴാണ്? ഇഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇഫ് ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ നെഗറ്റീവ്. ഇനി ഡെൽറ്റ ഡബ്ല്യു കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു ഇസ് പോസിറ്റീവ് ഇഫ് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം മീൻസ് ഗ്യാസ് എക്സ്പാൻസ്. ഗ്യാസ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. ആൻഡ് ഡെൽറ്റ ഡബ്ല്യു നെഗറ്റീവ് ഇഫ് വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം ഓർ ഇഫ് ദ ഗ്യാസ് ഇസ് കംപ്രസ്ഡ്. അതായത് ഗ്യാസ് കംപ്രസ് ചെയ്യണമെങ്കിൽ അതൊരിക്കലും സ്വയം കംപ്രസ്ഡ് ആവില്ല, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് കംപ്രസ് ചെയ്യേണ്ടി വരും. ആ കേസിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, ദെൻ ഡെൽറ്റ ഡബ്ല്യു ഇസ് ടേക്കൺ ടു ബി നെഗറ്റീവ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാം. നോ ഇഫ് ഡെൽറ്റ യു ഈക്വൽ ടു 0, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്, അത് 0 ആണെങ്കിൽ, അതായത് ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഇല്ല എന്ന് വിചാരിക്കുക. നമ്മളൊരു ഹീറ്റ് സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം, പക്ഷേ ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഇല്ല. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ബിക്കംസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഇക്വേഷൻ എന്തായി മാറും? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്നായി മാറും. ദാറ്റ് മീൻസ് the heat supplied to the system is used up entirely by the system in doing work on the environment. നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി മുഴുവനായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഇഫ് ദ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു 0.
Now, what is delta W? What is the work done? Work done is force into displacement. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന work done തന്നെയാണ് force into displacement. That is F into delta X. Force നമുക്ക് pressure into area എന്ന് എഴുതാം. So P A delta X. Now, what is A delta X? Area into that displacement അല്ല ലെങ്ത് പോലെയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ലെങ്ത് ആണ്. ഇപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ലെങ്ത് ഇൻക്രീസ് ഉണ്ടാവുമല്ലോ. നമ്മളൊരു സിലിണ്ടറിലാണ് ഗ്യാസ് എടുത്തതെന്ന് വിചാരിക്കുക, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു മൂവബിൾ പിസ്റ്റൺ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിസ്റ്റൺ വിൽ ബി മൂവ്ഡ് അപ്പ്. അപ്പോൾ അതിനൊരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഫിഗർ ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ ഇനീഷ്യൽ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതിന് ശേഷമുള്ള ഫൈനൽ പൊസിഷൻ. ആ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു ഡെൽറ്റ എക്സ് ഗിവ്സ് യു ദ വോളിയം ഡെൽറ്റ വി, ചേഞ്ച് ഇൻ വോളിയം. So you'll get delta W equal to P delta V. Okay, then delta Q equal to delta U plus P delta V എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ്റെ മറ്റൊരു ഫോമാണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അപ്പോൾ വാട്ട് ഇസ് പി ഡെൽറ്റ വി? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ ക്യാൻ ബി റിട്ടൺ as പി ഡെൽറ്റ വി, ദാറ്റ് ഇസ് പ്രഷർ ഇൻ ടു ചേഞ്ച് ഇൻ വോളിയം ഈക്വൽ ടു വർക്ക് ഡൺ. So you'll get another form of the first law of thermodynamics, delta Q equal to delta U plus P delta V. Now we'll consider equation of state. മുമ്പ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. It is the relation between the state variables. നമ്മളിപ്പോൾ മനസ്സിലാക്കി സ്റ്റേറ്റ് വേരിയബിൾസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതൊക്കെ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഇസ് പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. അതിൽ മ്യൂ എന്താണ്? നമ്പർ ഓഫ് മോൾസ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ദെൻ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഈ ഇക്വേഷനെയാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്സ്? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വേരിയബിൾസ്, അതിലേതെങ്കിലും വേരിയബിൾസിന് ചേഞ്ച് വരുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് എ തെർമോഡൈനാമിക് പ്രോസസ് ഹാസ് ടേക്കൺ പ്ലേസ്. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേറ്റ് വേരിയബിൾസിൽ ഏതെങ്കിലും തരത്തിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സസ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നോക്കാം. It is an idealized process in which at every stage of the system is an equilibrium state. Equilibrium state നമ്മൾ മുമ്പ് മനസ്സിലാക്കി. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഓരോ സ്റ്റേജിലും, അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും. ചേഞ്ച് വരുന്നതിന് മുമ്പ് മാക്രോസ്കോപ്പിക് വേരിയബിൾസിൽ ചേഞ്ച് വരുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഓരോ സ്റ്റേജിലും സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ആവുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെയുള്ളൊരു പ്രോസസ്സ് വളരെ വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് ക്വാസി സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. നിയർലി സ്റ്റാറ്റിക്, നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്ന പോലെ തോന്നില്ല. ഇറ്റ് ഈസ് സോ സ്ലോ. സോ അത്തരത്തിലുള്ള പ്രോസസ്സിനാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. ആൻഡ് ദ സിസ്റ്റം ചേഞ്ചസ് ഇറ്റ്സ് വേരിയബിൾസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ സോ സ്ലോലി that it remains in thermal and mechanical equilibrium with its surroundings throughout. അപ്പോൾ ത്രൂ ഔട്ട് ദി പ്രോസസ്സ്, ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. കാരണം വേരിയബിൾസിൽ ഏതെങ്കിലും ഒന്നിൽ ചേഞ്ച് വരുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ആ ഒരു ചേഞ്ച് വളരെ സ്ലോ ആയതുകൊണ്ട് ഇങ്ങനെയൊരു പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് പുറമേ നോക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അതായത് സിസ്റ്റം തേർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും ത്രൂ ഔട്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രോസസ്സിനാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. ഇനി ഐസോതെർമൽ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. മറ്റൊരു തെർമോഡൈനാമിക് പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ മാത്രം നോക്കാം. എ പ്രോസസ് ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് ഫിക്സ്ഡ് ത്രൂ ഔട്ട് ഈസ് കോൾഡ് എൻ ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ ഇസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവില്ല. ത്രൂ ഔട്ട് ദി പ്രോസസ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ
പി വി ഈക്വൽ ടു മ്യൂ ആർ ടി ആണ്. പക്ഷേ അവിടെ മ്യൂ കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം ഫോർ എ ഗിവൺ സാമ്പിൾ. ആർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറും കൂടി കോൺസ്റ്റൻ്റ് ആയി കഴിയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, സോ ദ ഇക്വേഷൻ ബിക്കംസ് പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. സോ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഫോം എന്താണെന്നും കൂടി നോക്കുക. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പക്ഷേ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈക്വൽ ടു 0, ഡെൽറ്റ ടി ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിൽ ഓൾസോ ബി ഈക്വൽ ടു 0. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷനിൽ ഡെൽറ്റ യു 0 ആയിരിക്കും. Then equation becomes delta Q equal to delta W. So first law of thermodynamics, ഒരു isothermal processന്റെ കേസിൽ it becomes delta Q equal to delta W. അതായത് മുഴുവൻ ഹീറ്റ് എനർജിയും, നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കുന്ന മുഴുവൻ ഹീറ്റ് എനർജിയും it is completely used to do വർക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുക. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓൾ ഫേസ് ചേഞ്ചസ്, സോളിഡ് ടു ലിക്വിഡ്, അതുപോലെ ലിക്വിഡ് ടു വേപ്പർ, ഇതൊക്കെ ഐസോതെർമൽ പ്രോസസ്സാണ്. നെക്സ്റ്റ് വിൽ കൺസിഡർ ഐസോബാറിക് പ്രോസസ്. In isobaric process, the pressure is constant. Pressure constant ആയിട്ടുള്ള പ്രോസസ്സിനാണ് isobaric process എന്ന് പറയുക. Hence, when heat is given to the system, internal energy increases and system performs work. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ആ യൂഷ്വൽ ഫോം തന്നെയാണ് യൂസ് ചെയ്യുക. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇൻറ്റേർണൽ എനർജിയിൽ ഇൻക്രീസ് ഉണ്ടാവും, അതേസമയം തന്നെ ദർ ഇസ് വർക്ക് ഡൺ. അപ്പോൾ ടോട്ടൽ എനർജി, ഹീറ്റ് എനർജി ഗിവൺ ടു ദ സിസ്റ്റം ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അടുത്തത് ഐസോകോറിക് പ്രോസസ്. വാട്ട് ഇസ് ആൻ ഐസോകോറിക് പ്രോസസ്? In isochoric process, the volume is constant. ഓക്കെ, വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനാണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? വോളിയം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഇല്ല. സോ ഡെൽറ്റ വി ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. നേരത്തെ നമ്മൾ കണ്ടു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. അപ്പോൾ ഡെൽറ്റ വി 0 ആയതുകൊണ്ട് ഡെൽറ്റ ഡബ്ല്യു 0 ആണ്. So first law takes the form delta Q equal to delta U. Delta W 0 ആയതുകൊണ്ട് delta Q equal to delta U എന്നുള്ള ഫോമിൽ എടുക്കും. So the heat given to the system is used to increase the internal energy. സിസ്റ്റത്തിന് കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനായും ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് is adiabatic process. If the system is insulated from the surroundings and no heat flows between the system and the surroundings, the process is adiabatic. അതായത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തു സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സിസ്റ്റം ഒഴികെ ബാക്കിയുള്ളതെല്ലാം സറൗണ്ടിങ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇഫ് ദർ ഇസ് നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്, സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ ഹീറ്റ് ഫ്ലോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനാണ് ഐഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഡെൽറ്റ ക്യൂ ആണ് 0 ആവുക. ഓക്കെ, ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു 0. സോ ഐഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ഇക്വേഷൻ വരുന്ന ആ ഫോമും കൂടി ഒന്ന് നോക്കുക. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പി പ്രഷറാണ്, വി വോളിയാണ്. ഗാമ, it is the ratio of specific heat capacities Cp and Cv. Gamma equal to Cp by Cv. Specific heat capacity നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. It is the amount of heat required to raise the temperature of unit mass of a substance by 1 degree Celsius or 1 Kelvin. അതായത്
1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഇത് രണ്ട് തരത്തിലുണ്ട്, കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളതും കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ളതും. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളതാണ് CP എന്ന് ഡിനോട്ട് ചെയ്യുക, കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് CV എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗാമ ഈക്വൽ ടു CP/CV, ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് PV⁻γ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. സോ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ദർ ഇസ് നോ heat flow between system and surroundings, means delta Q equal to 0. First law takes the form 0 equal to delta U plus delta W. അപ്പോൾ delta U equal to minus delta W എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഫോം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഷോസ് ദാറ്റ് വെൻ എ ഗ്യാസ് എക്സ്പാൻഡ്സ് അഡിയബാറ്റിക്കലി ഡെൽറ്റ W is positive and hence delta U is negative. അപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിലാണെങ്കിൽ ഡെൽറ്റ W പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കും അല്ലേ, എക്സ്പാൻഷന് ഡെൽറ്റ W പോസിറ്റീവായിട്ടാണ് എടുക്കുക. അങ്ങനെയെങ്കിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഷുഡ് ഡിക്രീസ് ഓർ ദ ഗ്യാസ് ഗെറ്റ്സ് കൂൾഡ്. അപ്പോൾ ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിൽ ഇൻറ്റേർണൽ എനർജി കുറയാണ് ചെയ്യുക, അതായത് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ വോളിയം കൂടും, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും, അല്ലെങ്കിൽ ഗ്യാസ് കൂളാവുകയാണ് ചെയ്യുക, മീൻസ് ടെമ്പറേച്ചർ വിൽ ബി ഡിക്രീസ്ഡ്. സോ അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രൊഡ്യൂസസ് എ കൂളിംഗ് എഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നു. ഇനി മറ്റു പ്രോസസ്സ് സൈക്ലിക് പ്രോസസ്സാണ്. സൈക്ലിക് പ്രോസസ്സിൻ്റെ ആ പേര് പോലെ തന്നെ നമുക്കറിയാം, ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ആഫ്റ്റർ എ സീരീസ് ഓഫ് ചേഞ്ചസ്, ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് പലതരം ചേഞ്ചസിലൂടെ, മീൻസ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നുപോയി സിസ്റ്റം തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനാണ് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയാം. ഇപ്പോൾ സൈക്ലിക് പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകത ഡെൽറ്റ U ഈക്വൽ ടു 0, അതായത് ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവില്ല, ഇറ്റ് ഈസ് 0. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടേക്സ് ദ ഫോം ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ W, മീൻസ് ദ ടോട്ടൽ ഹീറ്റ് അബ്സോർബ്ഡ് ഈക്വൽസ് ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. മുഴുവൻ ഹീറ്റും വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക, ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ദർ ആർ സോ മെനി പ്രോസസ്സസ്. നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത്. ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക്, ഐസോകോറിക് പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ദെൻ സൈക്ലിക് പ്രോസസ്. ഈ പ്രോസസ്സിനെ കുറിച്ച്, ഇതിൽ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക്, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.